സ്വന്തമായിട്ടൊരു കൊട്ടാരവും മക്കളെയും കിട്ടിയപ്പോ പെറ്റതള്ളയെ മറന്ന ഈ നാട്ടിലെ പെണ്ണുങ്ങളെ ഉമ്മായ തെരഞ്ഞു പൊക്കോ മോളെ, വാപ്പാനെ തെരഞ്ഞു പൊക്കോ മോളെ. അള്ളാന്റെ സ്വർഗം നിനക്ക് വേണമെന്ന ആഗ്രഹമുണ്ടെങ്കിൽ രണ്ടാമതായിട്ട് ആ സ്വഹാബിക്കുണ്ടായിരുന്ന ഗുണമെന്തെന്നറിയോ? ആയിഷ വലം യസ്തവല അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വലം യസ്തബ്ഹിം ബിഹാ കലാമുൻ ഖത്തു. അല്ലാഹുവിന്റെ പ്രവാചകനെ രണ്ടാമതായിട്ട് പറയുകയാണ്, നീ മദ്രസയിലെ 2ാം ക്ലാസ് മുതൽ പഠിക്കുന്നതാണ്. ഉമ്മയുടെ മുന്നിലൂടെ നടക്കരുത്, ഉമ്മാന്റെ മുന്നിൽ ശബ്ദമുയർത്തരുത്. അല്ലാഹുവേ, ആ സ്വഹാബി തന്റെ ഉമ്മയുടെ മുന്നിൽ ശബ്ദമുയർത്തി സംസാരിക്കാത്ത ചെറുപ്പക്കാരനാ. അത്താടെയും അമ്മാടെയും മുന്നില് ശബ്ദമുയർത്താത്ത മകനായിരുന്നു ഹാരിസ. പക്ഷേ നമ്മൾ അങ്ങനല്ലല്ലോ. ഇന്ന് നീ വളർന്നപ്പോ നിനക്ക് ഭാര്യയും മക്കളും കൊട്ടാരവും പണവും കിട്ടിയപ്പോ ഉമ്മാനെ നിലയ്ക്ക് നിർത്തുന്ന മകനായല്ലോ. ഇന്ന് നീ പറയും ഉമ്മയോട്, പ്രായം ചെന്ന അത്തായോടും അമ്മായോടും പറയും, വല്ലതും തിന്നട്ടി വീടിന്റെ അകത്ത് കടന്നുകൊള്ളണം. ഭീഷണിയുടെ സ്വരത്തില് വല്ലതും കടിച്ചട്ടി വീടിന്റെ അകത്ത് രണ്ടുപേരും മിണ്ടാതിരുന്നു കൊള്ളണം. അള്ളാന്റെ റസൂല് പറഞ്ഞു, സ്വഹാബാ, മാതാപിതാക്കളെ മക്കള് ഭരിക്കുന്നത് കണ്ടാല് ഈ ലോകം തകർന്ന് വീഴാൻ സമയമെടുത്തു എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ലോകം തകരുന്നതിന്റെ അടയാളമാണ് മക്കള് മാതാപിതാക്കളെ ഭരിക്കുന്ന കാലം. എന്റെ പ്രിയപ്പെട്ടവനെ, എന്റെ പ്രിയപ്പെട്ട പെണ്ണെ, നീ ഉമ്മയെക്കാലം വളർന്നു പോയോടി. ഉമ്മാനെ നിയന്ത്രിക്കാൻ നീ ആളായോ? ഉമ്മാനെ പഠിപ്പിക്കാൻ നീ ആളായോ? ഗൾഫുകാരനെയും പണവും കിട്ടിയപ്പോ പെറ്റതള്ളയെ വരയ്ക്ക് നിർത്തുന്ന പെണ്ണേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത് ചേ എന്ന് പറയുന്ന വാക്കുപോലും പറയരുതേ, എന്തേ എന്ന് പോലും ചോദിക്കരുത്. വാപ്പയും ഉമ്മയും എന്തെങ്കിലും പറഞ്ഞാ എന്തേ എന്ന് പോലും ചോദിക്കരുത്. എന്തേ എന്ന വാക്ക് അഹങ്കാരത്തിന്റെ വാക്കാ. എന്തേ എന്ന വാക്ക് അഹങ്കാരത്തിന്റെ വാക്കാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുന്നു, വാപ്പാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്, ഉമ്മാന്റെ മുന്നിൽ നിന്റെ ശബ്ദമുയർത്തരുത്. മോനെ, സ്വർഗം നിനക്ക് നഷ്ടപ്പെടും ചെറുപ്പക്കാരാ. 3 ആ സഹാബിക്കുണ്ടായിരുന്ന 3ാമത്തെ ഗുണമെന്തെന്നറിയുമോ? ഹത്താ കാന യസ്അലു മൻ ഇൻദഹാ ബഅദ അൻ യഖ്റുജ മാദാ ഖാലത് ഉമ്മീ. രോഗം പിടിച്ച് കിടക്കുന്ന ഉമ്മാനെ കാണാൻ ആരെങ്കിലും വരുമല്ലോ, കൂട്ടുകാര്, കുടുംബക്കാര്, അയൽവാസികള്. ഉമ്മാനെ കാണാൻ ആരെങ്കിലും ഒക്കെ വീട്ടിൽ വന്നിട്ട് തിരിച്ചു പോകുമ്പോ ഉമ്മ കാണാതെയാ. ഈ സദസ്സിലിരിക്കുന്ന സഹോദരാ, നിന്റെ ഉമ്മ പ്രഷറിന്റെ ഗുളിക ചോദിച്ചാ, മോനെ എനിക്കെന്തെങ്കിലും, എനിക്കൊരു നല്ല ഡ്രസ്സ് വേണമെന്ന് ചോദിച്ചാ പോലും നിങ്ങൾക്ക് എന്തിനാ ഇതിന്റെ കാര്യമെന്ന് ചോദിച്ച് ഉമ്മാനെ വേദനിപ്പിക്കുന്നവരെ, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കുന്ന പെങ്ങന്മാരെ, ഞാൻ ശിക്ഷ പറയുന്നില്ല, നിനക്കല്ല തരുന്ന ശിക്ഷ ഞാൻ പറയുന്നില്ല. മോളെ വേണ്ട. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാ, ഈ 3 ഗുണങ്ങൾ ഈ സദസ്സിലിരിക്കുന്ന ഏതെങ്കിലും ഒരു പൊന്നുമോനുണ്ടെങ്കിൽ, ഏതെങ്കിലും ഒരു സാലിഹത്തായ പെണ്ണ് നിന്റെ ഉമ്മയ്ക്കും വാപ്പയ്ക്കും നീ ചെയ്തു കൊടുത്താ അള്ളാന്റെ സ്വർഗത്തിൽ നിനക്കൊരു കൊട്ടാരമുണ്ട്. റബ്ബിന്റെ അടുക്കൽ നിന്ന് നിനക്ക് ഭക്ഷണം വാരിക്കഴിക്കാ, അവിടെ നിന്ന് വാങ്ങിക്കഴിക്കാ. അല്ലാഹുവേ, ആ ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. അല്ലാഹു ആ ഭാഗ്യത്തിലേക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. 3 കാര്യം. 1, ഉമ്മാനും വാപ്പാനും സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കണം. അത്തായിക്കും അമ്മായിക്കും നിന്റെ കൈകൊണ്ട് ഒരു നേരമെങ്കിലും പോയി ചോദിയില്ലേ, ഒന്ന് പോയി ചോദിച്ചു നോക്ക്. ഞാൻ എന്റെ ഉമ്മാനോട് ചോദിച്ചപ്പോ എന്റെ ഉമ്മ കരഞ്ഞു, ഞാൻ എന്റെ അമ്മയോട് ചോദിച്ചു, ഞാൻ ഉമ്മ കരഞ്ഞു. അല്ലാഹുവേ, ഒന്ന് പോയി ചോദിച്ചു നോക്ക്. അമ്മ അടുത്ത് പോയിട്ട് ചോദിക്കണം, അമ്മ ഞാനൊന്ന് വാരി തരട്ടെ. ഉമ്മാൻ ആരോഗ്യം ഉണ്ടെങ്കിൽ നിന്നെ കെട്ടിപ്പിടിച്ച് ഉമ്മ തരും. അള്ളാഹു നമ്മുടെ ഉമ്മമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. അള്ളാഹു നമ്മുടെ ഉമ്മമാർ നമ്മുടെ വീടിന്റെ വെളിച്ചവാ, നമ്മുടെ വീടിന്റെ ഐശ്വര്യവാ.
മക്കളുടെ വീടുകളിൽ അല്ലേ ഉമ്മമാരെ ഇട്ട് തട്ടുന്നുണ്ട്. ഞാൻ മാത്രമല്ലല്ലോ വേറെ ഉണ്ടല്ലോ 3 4 നോക്കടാ എന്ന് പറഞ്ഞ് തട്ടുക. മോനെ മുത്തുനബി പറഞ്ഞെന്തെന്നറിയോ? ഉമ്മായും വാപ്പായും ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അത്തായി അമ്മായി ഏത് വീട്ടിലാണ് ഉള്ളത് ആ വീട്ടിലാ ബറക്കത്ത്. പ്രായമുള്ളവർ ഏത് വീട്ടിലുണ്ടോ ആ വീട്ടിൽ ബറക്കത്തുണ്ട്. അള്ളാഹു നമുക്ക് ആ ബറക്കത്തിൽ അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് ഉമ്മായിക്ക് സ്വന്തം കൈകൊണ്ട് ഭക്ഷണം വാരി കൊടുക്കണം. രണ്ട് വാഴ് പറയേണ്ടത് ഉമ്മാന്റെ മുന്നിലല്ല, പെണ്ണുമ്പിള്ളയുടെ മുന്നിൽ പറഞ്ഞു. പെണ്ണുമ്പിള്ളയുടെയും മക്കളുടെയും മുന്നിൽ നീ വലിയ വാഴൊക്കെ പറഞ്ഞോണം. ഭരിക്കേണ്ടത് അവിടെ ഉമ്മാനെയും വാപ്പാനെയും ഭരിക്കാൻ നീ ആയിട്ടില്ല. മാതാപിതാക്കളെ ഭരിക്കാൻ നീ ആയിട്ടില്ല. നിന്റെ ഉമ്മയും വാപ്പയും ആ നിന്നെ ഭരിക്കണ്ടേ. പെണ്ണുമ്പിള്ളയെ മക്കളെ നീ ഭരിച്ചോ, നാട്ടുകാരെ ഭരിച്ചോ, വാപ്പാനെയും ഉമ്മാനെയും ഭരിക്കണ്ട. അവരുടെ മുന്നിൽ നിന്റെ ശബ്ദം ഉയരുതെന്ന് നബി മുഹമ്മദ് മുസ്തഫ. 3 ഉമ്മ ചിലപ്പം പറയൂല ഉമ്മയുടെ കാര്യങ്ങള്. ഉമ്മയുടെ എന്ത് വേണമെന്ന് വെച്ചാലും പറയും വേണ്ട. ഉമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിലും പറയൂല. കാരണം എന്ത്? പെണ്ണുമ്പിള്ളയെ പേടിയാ. നിന്റെ പെണ്ണുമ്പിള്ള എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചിട്ട് ഉമ്മ ഒന്നും പറയൂല. കാരണം ഉമ്മായിക്ക് ഒരു പുതിയ ഡ്രസ്സ് കൊടുത്ത് അവളുടെ മുഖം കറക്കും. പക്ഷേ ഉമ്മയുടെ കൂട്ടുകാരി കാണാൻ വരുമ്പോ ഉമ്മ പറയും ഒരു പുതിയ വസ്ത്രം കിട്ടിയിരുന്നെങ്കിൽ കൊള്ളാമായിരുന്നു. വീട്ടിൽ വന്നിട്ട് പോകുന്നവരോട് ചോദിക്കണം എന്റെ ഉമ്മ വല്ലതും പറഞ്ഞോ. പലരും ഉമ്മായിക്ക് പൈസ കൊടുക്കുന്നത് പെണ്ണുമ്പിള്ള കാണാതാ. അത്തായ്ക്ക് അമ്മായിക്കും കൈമടക്ക് കൊടുക്കുന്നത് പെണ്ണുമ്പിള്ള കാണാതെ. കാരണം കണ്ട അവൾ എന്തെങ്കിലും പറയും. സഹോദര, വീട്ടിൽ വന്നിട്ട് പോകുന്നവരോട് ചോദിക്കണം ഉമ്മ എന്തെങ്കിലും പരാതി പറഞ്ഞെങ്കിൽ അതെന്താണെന്ന് മനസ്സിലാക്കി ഉമ്മയ്ക്ക് ചെയ്തു കൊടുക്കണം. അള്ളാഹു നിങ്ങൾക്ക് ഈ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ 3 കാര്യം പഠിച്ചു. ഇൻഷാ അല്ലാഹ് നിർത്താറായില്ലേ? പോറായില്ലേ? നസീറാക്കാൻ സമയായില്ലേ? നസീറാക്കാൻ പോറായില്ലേ? 11:15 നമ്മളെ വണ്ടി. ഇനിത്തിരി ചോറും തിന്നിട്ട് പോയേക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ, ഒന്നുകൂടെ പറയട്ടെ. ഒരെണ്ണം കൂടെ ഇനിയിപ്പോ അടുത്ത പോലെ വലിയ വയലുള്ളൂ. എന്തായാലും കഷ്ടപ്പെട്ട് ഇവിടെ വരെ വന്നില്ലേ, ഒരു ഇൽമും കൂടെ പഠിച്ചിട്ട് പൊക്കൂടെ? പറ, വേണോ വേണ്ടേ? വേണം. 4 മഹാനായി നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകന് മുഅത്തത്ത് യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തെരഞ്ഞെടുക്കുകയാണ്. യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്തിനെ തെരഞ്ഞെടുത്തു. എല്ലാവരെയും തെരഞ്ഞെടുത്ത് നിർത്തിയിട്ട് 3 ചെറുപ്പക്കാരെ മുന്നോട്ട് വിളിച്ചു. 3 സ്വഹാബികളെ വിളിച്ച് മുന്നിൽ നിർത്തിയിട്ട് പറഞ്ഞു, നിങ്ങൾ 3 പേരുമാണ് ഈ സൈന്യത്തിന്റെ നേതാക്കന്മാർ. ഒന്നാമത്തെ സ്വഹാബിയോട് പറഞ്ഞു, നീയാണ് യുദ്ധം നയിക്കേണ്ടത്. നിനക്കെന്തെങ്കിലും സംഭവിച്ചാൽ ജൗഫറെ നീയാണ് നയിക്കേണ്ടത്. ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനോട് പറഞ്ഞു, നിനക്കെന്തെങ്കിലും സംഭവിച്ച അടുത്ത ആളെ. 3 പേരെയും പിടിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, ഒന്നാമത് നീ, രണ്ടാമത് നീ, മൂന്നാമത് നീ. അതിനർത്ഥം ഒന്നാമത് നീ മരിക്കും, രണ്ടാമത് നീ മരിക്കും, മൂന്നാമത് നീ മരിക്കും. ഇതാ ഈ 30 വയസ്സുള്ള ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരെ ഇത് കേട്ടിട്ട് വീട്ടിലോട്ട് ഓടുക സന്തോഷം കൊണ്ട്. എവിടെ മരിക്കുന്ന മുത്തുനബി പറഞ്ഞേ. ഈ ചെറുപ്പക്കാരൻ വീട്ടിലേക്ക് കടന്നു ചെന്നിട്ട് തന്റെ ഭാര്യയും മക്കളും, ഭാര്യ നോക്കുമ്പോ ചിരിച്ചോണ്ട് ഭർത്താവ് വരുന്നു. എന്തേ ജൗഫറെ ഇത്ര സന്തോഷം? മുത്തുനബി എന്നെ യുദ്ധക്കളത്തിലെ നേതാവാക്കി. അള്ളാഹുവിന്റെ പ്രവാചകന് മുഅത്തത്തിലെ നേതാവായി എന്നെ തെരഞ്ഞെടുത്തു. സന്തോഷം കൊണ്ടാ പെണ്ണെ. അള്ളാഹുവെ അവിടെ നിന്ന് തന്റെ ഭാര്യയെയും മക്കളെയും കെട്ടിപ്പിടിച്ച് ചുടുചുംബനം കൊടുത്തിട്ട് ഇറങ്ങുമ്പോ പറഞ്ഞു, അസ്മാ എന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യയോട് പറയുകയാ, വിധി ഉണ്ടെങ്കിൽ അള്ളാഹു ആയുസ് തന്നാ തിരിച്ചു വരുമ്പോ കാണാം, ഇല്ലെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാം. ഒരു ഭാര്യയോടൊരു ഭർത്താവ് പറയുക, ജൗഫർ എന്ന ചെറുപ്പക്കാരൻ പറയാ, അള്ളാഹു തിരിച്ചു വരാൻ ആയുസ് തന്ന കാണാം, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ മുന്നിൽ വെച്ച് കാണാം. സലാം പറഞ്ഞു പിരിഞ്ഞുപോയി. എന്റെ പ്രിയമുള്ളവരെ, മുഅത്തത്തിന്റെ യുദ്ധത്തിൽ, മുഅത്തത്ത് രണാങ്കണത്തിൽ യുദ്ധം തുടങ്ങി. ആയിരക്കണക്കിന് വരുന്ന സഹാബത്തും തുച്ഛമായ സഹാബത്തും ആയിരക്കണക്കിന് വരുന്ന പേർഷ്യൻ സൈന്യവുമായിട്ട് യുദ്ധം തുടങ്ങി. ഒന്നാമത്തെ നേതാവ് കുടിയും പിടിച്ചുകൊണ്ട് യുദ്ധക്കളത്തിലേക്ക് നയിക്കുമ്പോ അള്ളാഹുവെ വെട്ടുകൊണ്ട് സ്വഹാബി താഴെ വീണു. ആ സ്വഹാബിയുടെ കയ്യിലിരുന്ന കൊടി താഴെ വീണു. മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹു ചെറുപ്പക്കാരനാണ്. 30 വയസ്സിന്റെ താഴെ, 33 വയസ്സിന്റെ താഴെയാണ് പ്രായം. ഈ ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി പറഞ്ഞതുപോലെ താഴെ വീണ കൊടിയെടുത്തുകൊണ്ട് പിന്നെയും ശത്രുക്കളുടെ മുന്നിലേക്ക് പാഞ്ഞു കയറുകയാണ്.
അപ്പോഴാണ് വലത് കയ്യതാ തന്റെ കൈപ്പത്തി എങ്ങ് വെട്ടിമുറിക്കുകയാ. അല്ലാഹുവേ, കൊടി താഴെ വീണു. ജൗഫർ പതുങ്ങിയില്ല, ജൗഫർ പേടിച്ചില്ല. താഴെ വീണ കൊടിയതാ ഇടത് കൈ കൊണ്ടെടുക്കുകയാണ്. എന്നിട്ട് മുന്നോട്ട് നടക്കുമ്പോൾ ഇടത് കൈയും വെട്ടിമുറിക്കുകയാ. കൊടി താഴെ വീണു. ജൗഫർ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ താഴെ വീണ കൊടിയുണ്ടല്ലോ, ഈ മുറിഞ്ഞ രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ വാരിയെടുത്തിട്ട് തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് വെച്ചിട്ട് പിന്നെയും പാട്ടുപാടിയിട്ട് ഇറങ്ങി പോകുകയാ. ആ കൊടി തന്റെ കക്ഷത്തിന്റെ ഭാഗത്തേക്ക് ചേർത്ത് വെച്ചിട്ട് പേടിച്ചു നിൽക്കുന്ന അനുചരന്മാരോട് പറഞ്ഞു കൊടുക്കുന്നു, സ്വഹാബാ, സ്വർഗത്തിന്റെ പരിമളം അടിച്ചു വീശുന്നു സഹാബാ, വേണമെങ്കിൽ വാ സഹാബാ. പടച്ചവനെ, നാലു ഭാഗത്തും ശത്രുക്കൾ ഇങ്ങനെ വളർന്നു നിന്നിട്ട് മഹാനായ ജൗഫർ റളിയല്ലാഹു തആല അൻഹുവിനെ യുദ്ധകളത്തിലിട്ട് തുണ്ടം തുണ്ടമായി വെട്ടിമുറിക്കുകയാ. അല്ലാഹുവേ, ആ രണാങ്കണത്തിൽ കടന്ന് ഷഹീദായി. 94 96 വെട്ടുകൾ ഉണ്ടായിരുന്നു. ശരീരം മുഴുവനും വെട്ടിമുറിച്ചു. അല്ലാഹുവിന്റെ പ്രവാചകൻ മസ്ജിദ് നബവിയിൽ ഇരിക്കുകയാണ്. സുബഹി നമസ്കാരം കഴിഞ്ഞിട്ട് മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എന്റെ ജൗഫർ പോയി സഹാബാ, എന്റെ ജൗഫർ ഷഹീദായി സഹാബാ. അതുകൊണ്ട് ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് ആരെങ്കിലും മരിച്ച വിവരമൊന്ന് പറ സ്വഹാബാ. തന്റെ മുന്നിലിരിക്കുന്ന ആയിരക്കണക്കിന് വരുന്ന സ്വഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, എന്റെ ജൗഫർ ഷഹീദായി. ഷഹീദായ ജൗഫറിന്റെ വാർത്ത ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും പോയി പറ സഹാബാ. അല്ലാഹുവിന്റെ റസൂൽ പറയുമ്പോ എന്തു പറഞ്ഞാലും ചാടി എഴുന്നേറ്റ് പോകുന്ന സ്വഹാബത്തുണ്ടല്ലോ, എല്ലാവരും തലതാഴ്ത്തിയിട്ടിരിക്കുകയാണ്. എല്ലാവരും തലതാഴ്ത്തി പിടിച്ചിരിക്കുകയാ. അല്ലാഹുവിന്റെ റസൂൽ ചോദിച്ചു, എന്തു പറ്റി സഹാബാ? ആരെങ്കിലും പോയെന്ന് പറയോ സഹാബാ? ആരെങ്കിലും പോയിട്ട് പറയോ സഹാബാ? എല്ലാവരും തലതാഴ്ത്തിയിരിക്കുകയാണ്. എന്തേ സഹാബാ നിങ്ങൾ ആരും പറയാത്തത്? യാ റസൂലല്ലാഹ്, അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. ജൗഫറിന്റെ വീട്ടിൽ പോയിട്ട് ജൗഫറിന്റെ ഭാര്യയോടും മക്കളോടും, അല്ലാഹുവേ, മക്കളെ, നിങ്ങളുടെ വാപ്പ മരിച്ചെന്ന് പറയാ, പെണ്ണേ, നിന്റെ ഭർത്താവ് ഷഹീദായെന്ന് പറയാ, ഞങ്ങൾക്ക് ആർക്കും ധൈര്യമില്ല യാ റസൂലല്ലാഹ്. അതിന്റെ കാരണം എന്തെന്നറിയോ? ജൗഫറിന്റെ ഭാര്യയായ അസ്മാഇന്റെ വയസ്സ് എത്രയാണെന്നറിയോ? എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, അസ്മാ റളിയല്ലാഹു തആല അൻഹയുടെ പ്രായം എത്രയെന്നറിയോ? 19 വയസ്സുള്ള പെണ്ണാ. ജൗഫറിന്റെ ഭാര്യയ്ക്ക് 19 വയസ്സാണ്. 3 മക്കളാ ഉള്ളത്. മക്കളുടെ പ്രായം 10 വയസ്സിന്റെ താഴെയാ. 19 വയസ്സുള്ള ഭാര്യയുടെ മുന്നിൽ ചെന്നിട്ട്, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യുദ്ധത്തിന്റെ രണാങ്കണത്തിൽ 96 വെട്ടുകൾ കൊണ്ട് ഷഹീദായെന്ന് പറയാതെ നിങ്ങൾക്ക് ധൈര്യമില്ല റസൂലുള്ളാഹ്. 10 വയസ്സിന്റെ താഴെ മാത്രം പ്രായമുള്ള വീടിന്റെ മുറ്റത്ത് നിന്ന് കളിക്കുന്ന 3 ആമക്കളോട് നിങ്ങളുടെ വാപ്പ മരിച്ചെന്നും പറയാ ഞങ്ങളെ കൊണ്ട് കഴിയില്ല നബിയേ. അതിനുള്ള ധൈര്യം ഞങ്ങൾക്കില്ല നബിയേ. അല്ലാഹുവേ, മസ്ജിദ് നബവിക്കകത്തിരുന്ന് സ്വഹാബത്ത് കരയുകയാ. മുത്തുനബി പറഞ്ഞു, സ്വഹാബാ, എങ്കിലും നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ, നമുക്കൊരുമിച്ച് പോയി പറയാ സഹാബാ. അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും മഹാനായ ജൗഫർ തങ്ങളുടെ വീട്ടിലേക്ക് നടന്നു പോവുകയാ. ആ വീട്ടിൽ നടക്കുന്ന രംഗം എന്തെന്നറിയോ? യുദ്ധം കഴിഞ്ഞ് സ്വഹാബികൾ തിരിച്ചു വരുന്നു എന്ന വാർത്ത അറിയുമ്പോ അസ്മാ എന്ന് പറയുന്ന പ്രിയപ്പെട്ട
പ്രിയപ്പെട്ട 19 വയസ്സുകാരിയായ പെണ്ണുണ്ടല്ലോ, തന്റെ 3 മക്കളെയും കുളിച്ചൊരുക്കിയിട്ട് പുതുവസ്ത്രങ്ങൾ ധരിപ്പിച്ചിട്ട് വീടിന്റെ മുന്നിൽ നിർത്തിയിരിക്കുകയാ. വാപ്പ വരുന്നത് കാണാൻ പുതുവസ്ത്രങ്ങളും ധരിച്ച് 3 മക്കള് വീടിന്റെ മുന്നിൽ വാപ്പയെ കാത്തു നിൽക്കുകയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കഴിക്കുന്നതിന് വേണ്ടി അടുക്കളയിൽ ഇരുന്നിട്ട് ഭക്ഷണം തയ്യാറാക്കുകയാ. അല്ലാഹുവേ, ആ സമയത്താണ് ഇലാ ഹദ്റത്ത് അല്ലാഹുവിന്റെ പ്രവാചകനും സ്വഹാബികളും വീടിന്റെ മുന്നിലേക്ക് കടന്നു വരുന്നത്. ജൗഫറിന്റെ പൊന്നാര മക്കള് മുത്തുനബിയെ കാണുമ്പോ ഇറങ്ങി ഓടുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനെ കാണുമ്പോ ഇറങ്ങി ഓടുകയാണ്. മുത്തുനബിയുടെ ചാരത്ത് ചെന്നിട്ട് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ച് ചുംബിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകരോട് സലാം പറയുകയാണ്. എന്നിട്ട് 3 മക്കളും റസൂലുള്ളാഹിന്റെ പുറകിലേക്ക് നോക്കുകയാ. കാരണം മുത്തുനബിയുടെ പുറകിലെ പടം വരുന്ന ഞങ്ങളുടെ വാപ്പയുണ്ടോ, ഈ നിൽക്കുന്ന സഹാബികൾക്കിടയിൽ ഞങ്ങളുടെ വാപ്പയുണ്ടോ എന്നറിയാൻ 3 മക്കളും ഇങ്ങനെ ഉപ്പാനെ തിരയുമ്പോ മുത്തുനബി 3 മക്കളെയും ചേർത്തങ്ങ് കെട്ടിപ്പിടിക്കുകയാ. അല്ലാഹുവിന്റെ പ്രവാചകന് 3 മക്കളെയും കെട്ടിപ്പിടിച്ചിട്ട് നിന്ന് കരയുകയാണ്. റസൂലുള്ളാഹിന്റെ കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. മുത്തുനബി കരയുകയാ, മുത്തുനബി കരയുകയാ. എന്നിട്ട് പറഞ്ഞു, സഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ, ജൗഫറിന്റെ മക്കളെ ചുംബിക്കു സഹാബാ. സഹാബികൾ 3 മക്കളെയും ചുംബിക്കുകയാണ്. അസ്മായിന് മനസ്സിലായി, 19 വയസ്സുള്ള ആ പെണ്ണിന് മനസ്സിലായി തന്റെ പ്രിയപ്പെട്ട ഭർത്താവ് യാത്രയായെന്ന്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, അസ്മാ, ജൗഫർ പോയി അസ്മാ, ജൗഫർ ഷഹീദായി അസ്മാ. അസ്മാ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭർത്താവ് മരിച്ചെന്ന് പറഞ്ഞപ്പോ ആ 19 വയസ്സുകാരി ചോദിച്ചത് എന്തെന്നറിയോ? ഇന്ന് 19 വയസ്സ് തികഞ്ഞ രജിസ്റ്റർ വിവാഹം കഴിച്ച് കാമുകന്മാരുടെ കൂടെ ഓടുന്ന പെണ്ണേ, ഉമ്മാരെയും ഉപ്പാരെയും പറ്റിക്കുന്ന പെണ്ണ്, കാമുകന്മാരുടെ കൂടെ ഭർത്താവിനെയും മറന്നു സുഖിക്കുന്ന പെണ്ണ്, 19 വയസ്സുള്ള ഭാര്യ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിച്ചത് എന്തെന്നറിയോ? അസ്മാ, നിന്റെ ഭർത്താവ് ജൗഫർ ഷഹീദ എന്ന് പറയുമ്പോ ആ 19 വയസ്സുകാരി മറഞ്ഞു നിന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മരിച്ചപ്പോ നോമ്പുകാരനായിട്ടാണോ മരിച്ചത്? എന്റെ ഭർത്താവ് മരിച്ചത് നോമ്പുകാരനായിട്ടാണോ? എന്റെ അസ്മാ ചോദിച്ചത്, എന്റെ അസ്മാ ചോദിച്ചത്, യാ റസൂലല്ലാഹ്, എന്റെ ജൗഫർ മണിയറയിൽ കിടക്കുമ്പോ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മണിയറയിൽ കിടക്കുമ്പോ ജൗഫറിന്റെ മടിയിൽ കിടന്നിട്ട് പറഞ്ഞു, അസ്മാ, എനിക്കൊരാഗ്രഹമുണ്ട് അസ്മാ, എനിക്കൊരാഗ്രഹമുണ്ട് അസ്മാ. എന്തേ ജൗഫറ്, എന്തേ ജൗഫറ്, എനിക്ക് നോമ്പുകാരിയായിട്ട് മരിക്കണം അസ്മാ, എനിക്ക് നോമ്പുകാരനായിട്ട് മരിക്കണം. എന്നിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിൽ ഇരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം അസ്മാ. അസ്മായിനോട് പറയുകയാ, ആ ചെറുപ്പക്കാരന്റെ മോഹമെന്തെന്നറിയോ? നോമ്പുകാരനായിട്ട് മരിച്ചിട്ട് നാളെ പടച്ച റബ്ബിന്റെ മുന്നിലിരുന്നിട്ട് എനിക്ക് നോമ്പ് തുറക്കണം അസ്മാ. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു, സഹാബാ, അസ്മാഇന്റെ ആഗ്രഹമല്ലേ? അവിടെ നിന്ന് ചോദിച്ചു, ജൗഫർ എങ്ങനാ നോമ്പുകാരനായിട്ടാണോ? യാ റസൂലല്ലാഹ്, യുദ്ധക്കളത്തില് 96 വെട്ടുകൾ കൊണ്ടിട്ട് മരണത്തോട് മല്ലടിക്കുന്ന സമയത്ത്, സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന സമയത്ത്, വായിലേക്ക് വെള്ളമൊടിച്ചു കൊടുക്കാൻ പോകുമ്പോ അവിടെ നിന്ന് വിളിച്ചു പറഞ്ഞു, എനിക്ക് സുന്നത്ത് നോമ്പാ. നോമ്പുകാരനായിട്ടാ മരിച്ചത്, നോമ്പുകാരനായിട്ടാ മരിച്ചത്. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, അസ്മാ, നിന്റെ ഭർത്താവ് നോമ്പുകാരനായിട്ടാ അസ്മാ
മരിച്ചത്. മുത്തുനബി പറയുന്നു, റഅയ്തു, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, റഅയ്തു ജഅഫറ മലകൈൻ യതീറു മഅൽ മലായിക. അസ്മായേ, നിന്റെ ഭർത്താവായ ജൗഫർ മലക്കുകളുടെ കൂടെ പറന്ന സ്വർഗ്ഗത്തിൽ പോകുന്നത് കണ്ട അസ്മാ. നിന്റെ ഭർത്താവ് സ്വർഗ്ഗത്തിലേക്ക് പറന്നാ പോയത്. അല്ലാഹുവേ, എന്റെ പ്രിയപ്പെട്ട സഹോദരാ, നിനക്ക് ഈ പ്രതിഫലം വേണോ? നിനക്ക് ഈ പ്രതിഫലം വേണോ? തിങ്കളും വ്യാഴവും മുടങ്ങാതെ നോമ്പ് പിടിക്കുന്ന ചെറുപ്പക്കാരാ, സുന്നത്ത് നോമ്പ് പിടിക്കുന്ന പെങ്ങള്, റമളാനിലെ ഫർള് നോമ്പ് പോലും പിടിക്കാത്ത ഉമ്മത്തിന്റെ കാലത്ത് സുന്നത്ത് നോമ്പുകൾ മുടങ്ങാതെ പിടിക്കുന്നവര്, നാല് മലക്കുകളുടെ കയ്യിൽ പിടിച്ചിട്ട് പടച്ചുറപ്പിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗത്തിലേക്ക് കടന്നു ചെല്ലാ. അള്ളാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണ്ടേ? അള്ളാന്റെ മുന്നിലിരുന്ന് നോമ്പ് തുറക്കണ്ടേ? അല്ലാഹുവേ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് തരണേ അല്ലാ. അതിനുള്ള ഭാഗ്യം നീ ഞങ്ങൾക്ക് തരണേ അല്ലാ. ഈ സദസ് അതിനൊരു സബബാക്കണേ അല്ലാ. അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് 4 അറിവ് പഠിച്ചു. 1, ദുനിയാവിനോടുള്ള മോഹം കളഞ്ഞാൽ മലക്കിന്റെ കൂടെ കൂടാം. 2, എപ്പോഴും ഒളിവെടുത്തിട്ട് നടക്കണം. 3 എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മായെ വാപ്പായും അധികമായിട്ട് സ്നേഹിക്കുക. അവർക്ക് ഭക്ഷണം വാരി കൊടുക്കുക. അവരുടെ മുന്നിൽ ശബ്ദമുയർത്തരുത്. അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്തു കൊടുക്കുക. 4, സുന്നത്ത് നോമ്പുകൾ ജീവിതത്തിൽ പിടിക്കാൻ ശ്രമിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏതിലൂടെ വേണമെങ്കിലും നമുക്ക് കടന്നു പോകാം. അള്ളാഹുവിന്റെ ഖുർആനിലെ ഒരു സൂറത്ത് പഠിച്ചിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ ദുആയും ചെയ്ത് 3 സ്വലാത്തും പറഞ്ഞിട്ട് പിരിയൂ. അവസാനം വരെ കൂടെ ഉണ്ടാകുമെന്ന് നിയത്ത് ചെയ്യുന്നവരൊക്കെ ഒന്ന് കൈവക്കിക്കും. പുറകിരിക്കുന്നവര് പോകാനുള്ള എളുപ്പത്തിലാ കൈ അരയാ പൊക്കണേ. കാരണം പകുതി വരെ ഉള്ളത്. ചിലരെ കൈ പൊക്കുന്ന ഇത്രയും. കാരണം എന്താ? ബക്കറ്റ് പിരിവ് എടുക്കുന്നവരെ ഞാൻ ഉണ്ട്. ഉസ്താദ് എടുക്കുമ്പോ ഞാൻ പോകും. പിന്നൊരു വിഭാഗം കുറച്ചുകൂടെ അത് പിരിവ് തുടങ്ങുമ്പോ ഞാൻ പോയേക്കും. പിന്നെ ഒരു വിഭാഗം ദുആ ചെയ്തിട്ടേ പോകത്തുള്ളത്. എന്തായാലും ഇരിക്കാൻ തീരുമാനിച്ചല്ലോ. അള്ളാഹു നമ്മുടെയൊക്കെ ആക്കിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. പെണ്ണുങ്ങൾ പിന്നെ എവിടെ പോവാനാ? പ്രത്യേകിച്ച് പോയിട്ട് കാര്യമൊന്നുമില്ലല്ലോ. നിങ്ങൾക്ക് പിന്നെ പോയിട്ട് കാര്യമൊന്നുമില്ല. സീരിയലൊക്കെ തീരുന്നല്ലോ. അപ്പൊ പിന്നെ കുഴപ്പമില്ല. നാളെ ഉച്ചയ്ക്ക് കാണാം. ഇരുന്നോട്ടെ ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമുക്ക് എല്ലാവർക്കും ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന് 8 കവാടങ്ങളാ ഉള്ളേ. അള്ളാഹുവിന്റെ സ്വർഗത്തിന് 8 കവാടങ്ങളുണ്ട്. ഓരോ കവാടത്തിലൂടെയും ഓരോ വിശിഷ്ട വ്യക്തികളാണ് സ്വർഗത്തിലേക്ക് കയറിപ്പോകുന്നത്. ഇപ്പൊ ഉദാഹരണം പറഞ്ഞാൽ, റമളാൻ മാസത്തിൽ നോമ്പ് പിടിക്കുന്ന ഒരു മനുഷ്യന് കടന്നു പോകാൻ സ്വർഗത്തിൽ റയ്യാൻ എന്ന് പറയുന്നൊരു കവാടമുണ്ട്. അപ്പൊ ഇതുപോലെ സ്വർഗത്തിലെ ഓരോ കവാടങ്ങളിലൂടെയും ഓരോ വ്യക്തികൾ കടന്നു പോകും. എങ്കിൽ ഈ സദസ്സിലിരിക്കുന്ന എന്റെ സഹോദരങ്ങൾ, എന്റെ സഹോദരിമാര്, നമ്മളിൽ ചിലര് നാളെ സിറാത്ത് എന്ന് പറയുന്ന പാലം കടന്നിട്ട് സ്വർഗത്തിന്റെ മുന്നിലെത്തുമ്പോ 8 കവാടങ്ങളും തുറന്നിട്ടുകൊണ്ട് നീ എന്നിലൂടെ കടന്നു പൊക്കോ എന്ന് പറഞ്ഞ് സ്വർഗത്തിന്റെ 8 കവാടങ്ങളും മാടി വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗത്തിന്റെ 8 കവാടവും വിളിക്കും, നീ എന്നിലൂടെ പോ, വാ എന്നിലൂടെ കടന്നുപോയെന്ന് പറഞ്ഞ് 8 കവാടവും വിളിക്കുന്ന ഒരു മനുഷ്യനുണ്ട്. അള്ളാഹു ആ കൂട്ടത്തിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. അള്ളാഹു ആ കൂട്ടത്തിൽ നിങ്ങളെയും എന്നെയും പെടുത്തുമാറാകട്ടെ. ആ മനുഷ്യനാകാൻ ആഗ്രഹമുള്ളവര് കൈവക്കിക്ക്. സ്വർഗത്തിന്റെ 8 കവാട. പൈസ ഒന്നും കൊടുക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട. ഞാൻ പലർക്കും പൊക്കാൻ പേടി. ഇനി വീടിന്റെ പ്രമാണം വല്ലതും ചോദിക്കോ? താത്ത നീ പേടിക്കണ്ട, നിന്റെ സ്വർണ്ണമൊന്നും എനിക്ക് വേണ്ട. അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിന്റെ 8 കവാടങ്ങളിലെ ഏതിലൂടെ വേണമെങ്കിലും കയറി പോണെങ്കിൽ സ്വർണം ഊരി കൊടുക്കണ്ട. നീ തലകുത്തി നിസ്കരിക്കണമെന്നൊന്നുമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്വർഗത്തിന്റെ 8 കവാടങ്ങളിൽ ഏത് കവാടത്തിലൂടെ വേണമെങ്കിലും കടന്നു പോകാം.
4 വരിയുള്ള ഒരു സൂറത്ത് ഓതിയാ മതി എന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഇന്ന് മുതൽ തുടങ്ങല്ലേ, ഒരു സൂറത്ത് ഓതാൻ തുടങ്ങല്ലേ. ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞങ്ങാതി. ഓ, നിങ്ങൾക്ക് ശബ്ദമില്ല, ഉറക്ക ഒരു ഇൻഷാ അല്ലാഹ് പറഞ്ഞേ. ഇൻഷാ അല്ലാഹ് അപ്പൊ സൂറത്ത് പറഞ്ഞു തരട്ടെ. വേണോ വേണമെന്നുള്ളവരുന്ന കൈ പൊക്കിക്കേ. 11 മണി വരെ ഇരിക്കണം. ആ സൂറത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ വേണ്ടവരിരുന്നാ മതി, അല്ലെങ്കിൽ പൊക്കതോ അതാ മതി. ആ സൂറത്ത് ഏതാന്ന് കേൾക്കണമെങ്കിൽ 11 മണി വരെ ഇരിക്കണം. ആവശ്യമുള്ളവരിരുന്നാ മതി, അല്ലാത്തവർക്ക് പോകാം, ഒരു വിരോധവും ഇല്ല. വേണ്ടവരിയ്ക്കുക. അള്ളാഹു നമ്മുടെയൊക്കെ ഈ സദസ്സ് പരിപൂർണമായി അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. സ്റ്റേജിലിരിക്കുന്നവരൊക്കെ ഇരിക്കൂലേ അവസാനം വരെ? എന്താപ്പാ? അടുത്ത വർഷം മുതൽ ഇതിന്റെ സംഘാടകരോട് ഒരു അപേക്ഷയുണ്ട്. ഈ പുറകിൽ വെക്കുന്ന ഫ്ലെക്സ് അങ്ങ് ഒഴിവാക്കണം. ഇൻഷാ അല്ലാഹ്. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മനുഷ്യന്മാരെ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. കാരണം എന്തേ, ഞാൻ പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ട് ഞാൻ സംഘാടകരോട് പറഞ്ഞേക്കാം, നിങ്ങളോട് പറയില്ല. കാരണം ഒരാൾ എന്നോട് ചോദിച്ചു, ഉസ്താദേ, മനുഷ്യന്റെ രൂപം വെക്കുന്ന വീട്ടിൽ മനുഷ്യന്റെ രൂപം വെക്കാൻ പാടില്ല, മലക്കുകൾ പ്രവേശിക്കൂല, ദുആ അങ്ങനെ ഉണ്ടല്ലോ. അപ്പൊ നിങ്ങൾ വഅദ് പറയുന്ന സദസ്സിൽ ഇത് വെച്ചാൽ എങ്ങനെയാണെന്ന് ചോദിച്ചു. അദ്ദേഹം ചോദിച്ച ചോദ്യം നല്ല ചോദ്യമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബദരിയ അടുത്ത വർഷം പേര് വെച്ചോ, ഫോട്ടോ വെക്കണ്ട അവിടെ കേട്ടാ. അദ്ദേഹം പറഞ്ഞ കാര്യം അതുപോലെ നല്ലതാണല്ലോ. ആരാണെങ്കിലും അറിവുള്ളവനാണ്, അറിവില്ല, താടിയും തഴമ്പൊന്നുമില്ല. ഒരാള് ചോദിച്ച ചോദ്യം, അത് അദ്ദേഹം ഈ സദസ്സിൽ ഇരിപ്പുണ്ട്. ചങ്ങാതി, നിങ്ങൾ പറഞ്ഞത് സത്യമാണ്, ഞാൻ അത് ഉൾക്കൊള്ളുന്നു. ആര് പറഞ്ഞാലും നന്മയാണെങ്കിൽ അത് അനുസരിക്കണമെന്ന്. അപ്പൊ ഇൻഷാ അല്ലാഹ് അടുത്ത പ്രാവശ്യം അത് സൂക്ഷിക്കുക. ഇനി പഴിച്ചു മാറ്റണമെന്ന് ഞാൻ പറയണില്ല. അപ്പൊ നിങ്ങൾ ചോദിക്കുക, ഇന്ന് ദുആ ചെയ്താലോ? അപ്പം ചോദിക്കുക, അപ്പൊ ഇന്നത്തെ ദുആയ എന്താ? അപ്പൊ അങ്ങനെ ചോദിച്ചാൽ അതിനെന്താ മറുപടി പറയാ? എന്താ അപ്പൊ ഇൻഷാ അല്ലാഹ് നാളെ എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, സഹോദരിമാരെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. നമുക്കെല്ലാവർക്കും ഈ സദസ്സിലിരിക്കുന്ന ഓരോ മനുഷ്യനും കൂട്ടുകാരുണ്ട്. നമ്മൾ പറയാറുണ്ട്, ചിലർക്ക് കൂട്ടുകാര് വാപ്പ തന്നെയാണ്, ഉമ്മ തന്നെയാണ്, ഭാര്യയാണ്, മക്കളാണ്, കൂടപ്പിറപ്പാണ്, കുടുംബക്കാരാണ്, അയൽവാസികളാണ്, അല്ലെങ്കിൽ കൂടെ പഠിച്ചവരാ. എല്ലാവരും പറയും ഇവന്റെ ആത്മാർത്ഥ സുഹൃത്താ. നമ്മൾ പറയും ഇവൻ എന്റെ ആത്മാർത്ഥ സുഹൃത്താ, എന്റെ ചങ്കാ ഉസ്താദേ. ചെറുപ്പക്കാരൊക്കെ പറയും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മൾ ഇന്ന് കൂട്ടുകാർ, ഇവനെന്റെ കൂട്ടുകാരനാണെന്ന് അഭിമാനത്തോടുകൂടി നമ്മളിൽ പലരും പറയുമ്പോൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തും അങ്ങനെ തന്നെയാ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് 2 മനോഹരമായ 2 കാഴ്ചകൾ കാണാം. ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഒരു കൂട്ടുകാരൻ തന്റെ കൂട്ടുകാരനെ പിടിച്ചു നിർത്തിയിട്ട് പറയാ, എടാ, നിന്റെ കൂടെ കൂടിയില്ലായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു പോകുമായിരുന്നടാ. എടാ നശിച്ചവനെ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാടാ ഞാൻ നശിച്ചു പോയത് എന്ന് പറഞ്ഞിട്ട് നാളെ ഒരു കൂട്ടുകാരൻ മറ്റൊരു കൂട്ടുകാരനെ പരലോകത്ത് പിടിച്ചു നിർത്തിയിട്ട് ശപിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, നാളെ പരലോകത്ത് ദുനിയാവിലെ ഒരു കൂട്ടുകാരനെ പിടിച്ചെത്തിയിട്ട് പറയടാ, നിന്റെ കൂടെ കൂടിയത് കൊണ്ടാടാ ഞാൻ നശിച്ചു പോയത്, നീ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിലായിരുന്നടാ എന്ന് പറഞ്ഞുകൊണ്ട് ശപിക്കുമ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മറ്റൊരു കൂട്ടുകാരനുണ്ടല്ലോ, അവൻ അള്ളാഹുവിന്റെ സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങൾക്ക് നടുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുമത്രേ, എന്തേടാ നിനക്കൊരു സന്തോഷമില്ലാത്തത്? ഈ സ്വർഗത്തിൽ വന്നിട്ട് പോലും നിനക്കൊരു സന്തോഷമില്ലാത്തത് എന്തുകൊണ്ടാണ്? ആ സമയത്ത് ആ മനുഷ്യൻ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുമത്രേ, അല്ലാഹുവേ, അവിടെന്ന് പറയുന്നു, പടച്ചവനെ, എന്റെ കൂടെ വഅദിന് വരുന്ന ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു.
ഏത് നല്ല കാര്യത്തിന് പോകുമ്പോഴും എന്നെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു ആത്മാർത്ഥ സുഹൃത്ത് എനിക്കുണ്ടായിരുന്നു. അല്ലാഹുവേ, അവൻ നരകത്തിൽ കിടക്കുകയാ, ഞാൻ സ്വർഗത്തിലും അവൻ നരകത്തിലുമായി പോയി. അതുകൊണ്ട് പടച്ചവനെ, എന്റെ കൂട്ടുകാരൻ നരകത്തിൽ കിടക്കുമ്പോ എനിക്ക് എങ്ങനെയാ അല്ലാഹുവേ ഈ സ്വർഗത്തിലൂടെ സന്തോഷത്തോടു കൂടി നടക്കാൻ കഴിയുന്നത്? അല്ലാഹുവേ, അവന് കൂടെ സ്വർഗം കൊടുക്കണേ എന്ന് നാളെ ഒരു കൂട്ടുകാരൻ പടച്ച റബ്ബിന്റെ സ്വർഗത്തിൽ വെച്ചിട്ട് അല്ലാഹുവിനോട് പറയുമ്പോ അല്ലാഹു പറയുമത്രേ, നരകത്തിൽ കിടക്കുന്ന നിന്റെ കൂട്ടുകാരന്റെ കയ്യിൽ പിടിച്ച് സ്വർഗത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു അവസരം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, നീ എങ്ങാനും സ്വർഗത്തിലും നിന്റെ ആത്മാർത്ഥ സുഹൃത്ത് നരകത്തിലുമായി പോയാൽ, എന്റെ പ്രിയമുള്ളവരെ, നിനക്ക് നിന്റെ കൂട്ടുകാരനെ സ്വർഗത്തിലേക്ക് കൊണ്ടുവരാൻ അള്ളാഹു അവസരം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. ഉറക്കെ അള്ളാഹു അങ്ങനെയുള്ള കൂട്ടുകാരിൽ എന്നെയും നിങ്ങളെയും പെടുത്തുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും കൂട്ടുകാരുണ്ട്. നമ്മൾ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും, നമ്മൾ എത്ര വലിയ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരാണെങ്കിലും, ആ സ്നേഹിക്കുന്നവർ മുഴുവനും പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരാ. നമ്മളെ എല്ലാവരെയും പെരുവഴിയിലിട്ടിട്ട് യാത്രയുടെ പകുതിയിൽ നമ്മളൊരു അത്യാവശ്യ ഘട്ടത്തിൽ പെട്ടുപോകുമ്പോൾ, കൂട്ടുകാരെന്ന് പറഞ്ഞാൽ സന്തോഷത്തിന്റെ വേളയിലും ദുഃഖത്തിന്റെ വേളയിലും കൂടെ നിൽക്കുന്നവരാണ് കൂട്ടുകാർ. എന്റെ പ്രിയമുള്ളവരെ, അല്ലാതെ പണമുണ്ടെങ്കിൽ, അതാ പറഞ്ഞില്ലേ ഇപ്പൊ മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ, പണമുണ്ട് എങ്കിൽ പരിസരം ജനനിബിഡമാ, പേക്കൂത്ത് തീർന്നാൽ പിന്നെ കൂത്തുകാരൻ മാത്രമാ. പണം ഉണ്ടെങ്കിൽ ആളുണ്ട്, കൂട്ടുകാരുണ്ട്, നടക്കാനും പിടിക്കാനും എല്ലാം നിന്റെ കൂടെയുണ്ട്. പക്ഷെ പണം പോയാ പോയെന്നാ. അതുകൊണ്ട് യഥാർത്ഥ ആത്മാർത്ഥ സുഹൃത്തുക്കൾ, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന നമ്മുടെ കൂട്ടുകാര്, അല്ലാഹുവേ, ഇവരെല്ലാവരും, അത് ഭാര്യയാകട്ടെ, വാപ്പയാകട്ടെ, ഉമ്മയാകട്ടെ, മക്കളാകട്ടെ, കൂടപ്പുറപ്പാകട്ടെ, കുടുംബക്കാരാകട്ടെ, അയൽവാസികളാകട്ടെ, കൂടെ പഠിച്ചവരാകട്ടെ, എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും അവരെല്ലാവരും നമ്മളെ പകുതിയിൽ വിട്ടിട്ട് കൈയൊഴിയുന്നവരാണ്. അല്ലാഹുവേ, നീ ഒരു വേദനയുടെ ഘട്ടത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവരെല്ലാവരും നിന്നെ കൈയൊടിഞ്ഞിട്ട് പോകുന്നു. അവരെല്ലാവരും നമ്മളെ കൈയൊടിഞ്ഞിട്ട് പോകുന്നവരാണ്. എത്ര വലിയ സുഹൃത്താണെങ്കിലും എവിടെ വരെയാണ് വരുന്നത്? മഹാനായ തടവ ഉസ്താദ് പറഞ്ഞതുപോലെ, നിനക്കുള്ള ദ്വാരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേ. അല്ലാഹുവേ, പടച്ചവനെ, നീ അങ്ങ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ഇന്നലെ വരെ സ്വന്തമായിട്ട് കുളിച്ച നിന്നെ നാളെ എല്ലാവരും കൂടെ കുളിപ്പിക്കുകയാണ്. മനോഹരമായ രീതിയിൽ പടച്ചവനെ ചൂടുവെള്ളം തയ്യാറാക്കി അതിനകത്ത് സുഗന്ധങ്ങൾ ഇട്ടിട്ട് അല്ലാഹുവേ, നിന്നെ അവസാനമായിട്ടങ്ങ് മയ്യത്ത് കുളിപ്പിക്കുകയാ. അതാ ജനാസ കുളിപ്പിച്ചു കഴിഞ്ഞാൽ പടച്ചവനെ, നിന്റെ ജനാസയതാ താങ്ങിയെടുത്തുകൊണ്ട് വീടിന്റെ അകത്തേക്ക് കൊണ്ടുപോകുമ്പോ ജീവിതത്തിൽ ഒരിക്കലും ധരിക്കാത്ത, ഒരു മോഡലുമില്ലാത്ത വില കുറഞ്ഞ 3 കഷ്ടം വെള്ള തുണി നിന്റെ വീടിന്റെ അകത്ത് വിരിച്ചിരിക്കുകയാണ്. അതിന്റെ മുകളിലേക്ക് നിന്റെ ജനാസ എടുത്ത് വെച്ചു. എല്ലാവരും നിന്റെ ചുറ്റുഭാഗത്ത് നിന്നിട്ട് നിന്നെ ഒരുക്കുകയാണ്, പുതിയ പളയ ഒരുക്കുന്നത് പോലെ. അല്ലാഹുവേ, സുഗന്ധങ്ങൾ തേച്ച് മനോഹരമായ രീതിയിൽ പുതുവസ്ത്രത്തിൽ നിന്റെ ജനാസയങ്ങ് പൊതിയുകയാണ്. അവസാനം അവിടെ നിന്ന് വിളിച്ചു പറയുകയാ, നിന്റെ മൂക്കിന്റെ ദ്വാരത്തിലേക്ക് പടച്ചവനെ പഞ്ഞികൾ എടുത്തു വെച്ചിട്ട് പറയുകയാ, കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയും നേ. കാണേണ്ടവരെല്ലാവരും കണ്ടോ ഇതാ പൊതിയാൻ പോകുകയാണ്, ജനാസ പൊതിയാൻ പോകുകയാണ്. അല്ലാഹുവേ, അവസാനം നിന്റെ ജനാസ പൊതിയുകയാണ്. അത് കഴിഞ്ഞപ്പോഴോ മയ്യത്തു കട്ടിൽ തോളിലേക്കുയരും നേ. പുരയ്ക്കുള്ളിലപ്പോൾ രോദനം കേൾക്കും നേ.
വെള്ളത്തുണിക്കകത്ത് നിന്റെ ജനാസ പൊതിഞ്ഞിട്ട് മയ്യത്ത് കട്ടിലേക്ക് എടുത്ത് വെച്ചിട്ട് എല്ലാവരും കൂടെ നിന്റെ കൊട്ടാരം പോലെ പണിതിരിക്കുന്ന നിന്റെ വീടിന്റെ അകത്ത് നിന്ന് നിന്റെ ജനാസ എങ്ങോട്ട് കഥാ മയ്യത്ത് കട്ടിൽ എടുത്ത് വെച്ചിട്ട് എല്ലാവരും തന്റെ ചുമലിലേക്ക് ഉയർത്തുമ്പോ വീടിന്റെ അകത്ത് വല്ലാത്ത ഒരു പൊട്ടിക്കരച്ചിൽ കേൾക്കുകയാണ്. വാപ്പ കരയുന്നുണ്ട്, ഉമ്മ കരയുന്നുണ്ട്, ഭാര്യ കരയുന്നുണ്ട്, കൂടപ്പറപ്പ് കരയുന്നുണ്ട്, സഹോദരിമാര് നിന്ന് കരയുന്നുണ്ട്, കുടുംബക്കാര് കരയുന്നുണ്ട്. ഉമ്മയാണ് കരയുന്നത്, ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ മോനെ പോവുകയാണോടാ. ഈ ഉമ്മാനെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഈ വാപ്പാനെ ഒറ്റയ്ക്കാക്കിയിട്ട്, ഈ പെണ്ണിനെ ഒറ്റയ്ക്കാക്കിയിട്ട് മോനെ നീ പോകുകയാണോടാ. ഞങ്ങളെ എല്ലാവരെയും ഒറ്റയ്ക്ക് ഈ വീടിന്റെ അകത്താക്കിയിട്ട് നീ ഒറ്റയ്ക്ക് പോകുകയാണോ എന്നാണടാ നിന്നെ ഇനിയൊന്ന് കാണുന്നത്. എല്ലാവരും വീടിന്റെ അകത്ത് കിടന്ന് കരച്ചലാണ്, എല്ലാവരും വീടിന്റെ അകത്തിരുന്ന് കരച്ചലാ. അതാ മയ്യത്ത് കട്ടിലിന്റെ പുറകില് വാപ്പാതാ കരഞ്ഞുകൊണ്ട് കൂടപ്പുറപ്പുകളെ തലതാട്ടി പിടിച്ചിട്ട് ജനാസയുടെ മയ്യത്ത് കട്ടിലിന്റെ താഴെ കൈവച്ചിട്ട് ഇങ്ങനെ നടക്കുമ്പോ അല്ലാഹുവേ അരുമക്കിടാങ്ങള് വാപ്പയെ വിളിക്കുന്നേ, അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ. മക്കള് കിടന്ന് വിളിക്കുന്നു, വാപ്പാ എന്റെ ഉമ്മാനെ കൊണ്ടുപോകല്ലേ, എന്റെ വാപ്പാനെ കൊണ്ടുപോകല്ലേ. വാപ്പാ ഞങ്ങളോടൊന്ന് സംസാരിക്കു വാപ്പാ. ഞാനെപ്പ വിളിച്ചാലും ഓടി വന്നെനിക്ക് മുത്തം തരുന്ന എന്റെ പ്രിയപ്പെട്ട ഉപ്പാ എന്നെയൊന്ന് നോക്കെന്ന് പറഞ്ഞിട്ട് മക്കള് കിടന്ന് വിളിക്കുമ്പോ, ഭാര്യ കിടന്ന് വിളിക്കുമ്പോ, കൂടപ്പുറപ്പ് കിടന്ന് വിളിക്കുമ്പോ, കുടുംബക്കാര് കിടന്ന് വിളിക്കുമ്പോ ഉത്തരം നൽകാതെ കിടക്കേണ്ട ഒരു ദിവസം വിദൂരമല്ല ചെറുപ്പക്കാരാ. അവിടെ വെച്ച് പെണ്ണുങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ മുഴുവനും തീരുകയാ. അവസാനം എല്ലാവരും കൂടെ നിന്റെ ജനാസ ചുമന്ന് ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ, ഇവിടത്തെ പള്ളിയിലേക്ക് കൊണ്ടുവന്നോ. നിന്റെ ജനാസ പള്ളിക്കകത്ത് വെച്ചു, അവിടെ നിന്ന് നമസ്കാരം കഴിഞ്ഞു. അതാ ജനാസ എടുത്തുകൊണ്ട് 6 അടി മണ്ണെന്ന് പറയുന്ന കബറുണ്ടല്ലോ, പള്ളിക്കാട്ടിൽ നിനക്ക് ഒരുക്കിയിട്ടിരിക്കുന്ന നിന്റെ കൊട്ടാരമുണ്ടല്ലോ, നിന്റെ വീടുണ്ടല്ലോ, ലക്ഷങ്ങള് ചെലവില്ലാത്ത വീടാ, ഗ്രാനൈറ്റോ ടൈലോ ഇടാത്ത വീടാ, ഡബിൾ കോട്ട് കട്ടിലും മറ്റതാ കട്ടിലും മെത്തയും ഇടാത്ത വീടാ. എല്ലാം ഒരേ മോഡല്, എല്ലാം ഒരേ മോഡല്, ഒരുത്തരും വ്യത്യാസമില്ല. പണക്കാരനാണെങ്കിലും പാവപ്പെട്ടവനാണെങ്കിലും ഒരേ ഒരളവ്. പടച്ചവനെ മനുഷ്യന്റെ നീളത്തിനനുസരിച്ച് വ്യത്യാസമില്ലാതെ ആ കബറിന്റെ അകത്ത് ഒരു മാറ്റവുമില്ല. മനോഹരമായ ഒരു കബർ നിനക്കൊരുക്കി വെച്ചിരിക്കുകയാ. ആ കബറിന്റെ അകത്തേക്ക് വെള്ളത്തുണിയിൽ പൊതിഞ്ഞ നിന്റെ ജനാസ താങ്ങിയെടുത്ത് വെക്കുകയാണ്. കബറിന്റെ അകത്തിരിക്കുന്ന മനുഷ്യൻ ചോദിക്കുന്നു, മോനെവിടെ? ഉമ്മായി കൊരുപിടി മണ്ണ് വാരിത്താടാ, വാപ്പായി കൊരുപിടി മണ്ണ് വാരിത്താടാ. ഒരു പിടി മണ്ണ് വാരിയിട്ട് തന്റെ വാപ്പയുടെ കബളിന്റെ താഴെ വെക്കാൻ, തന്റെ ഉമ്മയുടെ കബളിന്റെ താഴെ വെക്കാൻ ഒരു പിടി മണ്ണ് വാരി കൊടുക്കുമ്പോ അതെടുത്തതാ അവരുടെ മുഖത്തിൽ, അവരുടെ കഥ, അവരുടെ കബളിന്റെ താഴെ മണ്ണ് വെച്ചിട്ട് പലകകൾ എടുത്ത് നിരത്തുകയാണ്, പലകകളെടുത്ത് നിരത്തുകയാണ്. അവസാനം എല്ലാവരും പടച്ചവനെ പിടിമണ്ണ് വാരിയിട്ട് കബറിന്റെ മുകളിലേക്ക് ഇടുകയാണ്. 3 പിടി മണ്ണ് വാരി ഇടാൻ പറയുമ്പോ പലര് കബറും കാട്ടില് പള്ളിക്കാട്ടില് കബറിന്റെ മുകളിലേക്ക്, മയ്യത്തിന്റെ മുകളിലേക്ക് മണ്ണ് വാരി ഇടുന്നത് കണ്ടാല് പ്രതികാരം ചെയ്യുന്നത് പോലെയാ. മോനെ വെറുതെയല്ല ഇടാൻ പറഞ്ഞത്, ആ ഇടുന്നതിൽ പഠിക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. മണ്ണ് വാരി ഇടുന്ന സമയത്ത് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവസാന പിടിമണ്ണ് വാരി എറിഞ്ഞു, കബറിന്റെ മുകളിലേക്ക് മണ്ണ് വാരിയിട്ടു. അവസാനമല്ല പള്ളിക്കാട്ടിലെ അടുത്തവന്റെ കബറിന്റെ മുകളിൽ നട്ടിരിക്കുന്ന ചെടിയുണ്ടല്ലോ, അടുത്ത മനുഷ്യന്റെ പള്ളിക്കാട്ടിൽ ആരെയോ കബറടക്കിയിട്ടുണ്ട്. ആ
മനുഷ്യന്റെ നെഞ്ചിലും ആ മനുഷ്യന്റെ കാലിലും തലയിലും വെച്ചിരിക്കുന്ന ആ ചെടികളിൽ നിന്ന് ഒരു ചെടിയുടെ അല്പം ഒടിച്ചിട്ട് മാതാപിതാക്കളുടെ കബറിന്റെ മുകളിൽ വെക്കുന്ന ചെറുപ്പക്കാരാ, എടാ നീയല്ലേ ചെടി കൊണ്ടുപോകേണ്ടത്? മറ്റുള്ളൊരുത്തൻ അവന്റെ വാപ്പയുടെ നെഞ്ചിന്റെ മുകളിൽ വെച്ചിരിക്കുന്ന ചെടി നിനക്കൊടിക്കാൻ ആരാ അവകാശം തന്നത്? വല്ലവന്റെ ജനാസ അടക്കിയിരിക്കുന്ന മറ്റുള്ളവന്റെ കബറിൽ നിന്ന് ചെടി ഒടിച്ചു വെച്ചിട്ട് അവസാനം അസ്സലാമു അലൈക്കും യാ ദാറ ഖൗമുൽ മുഅ്മിനീൻ ഇന്നാ ഇൻഷാ അല്ലാഹു ബികും ലാഹിഖൂൻ. എല്ലാവരും സലാം പറഞ്ഞ് ടാറ്റ പറഞ്ഞിട്ട് പിരിയുകയാ. എല്ലാവരും പോയി, വാപ്പ പോയി, ഉമ്മ പോയി, ഭാര്യ പോയി, കൂടപ്പറപ്പ് പോയി, കൂട്ടുകാര് പോയി, മക്കള് പോയി. എല്ലാവരും നിന്ന പള്ളിക്കാട്ടില്, എല്ലാവരും പള്ളിക്കാട്ടില് ഒരു കുഴിക്കകത്ത് ഒറ്റയ്ക്ക് കൊണ്ടുവന്നിട്ട് എല്ലാവരും പോകും. ചെറുപ്പക്കാരാ, നിന്നെ സഹായിക്കേണ്ട സമയത്ത് നിന്നെ കബറും കാട്ടിൽ കൊണ്ട് കളഞ്ഞിട്ടാ നിന്റെ എല്ലാ കൂട്ടുകാരും പോകുന്നത്. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, അവരാണോ കൂട്ടുകാര്? കബറിൽ കൊണ്ടുവന്ന് കളഞ്ഞിട്ട് പോകുന്നവനാണോ കൂട്ടുകാര്? പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവനാണോ കൂട്ടുകാര്? എന്റെ പ്രിയമുള്ളവരെ, അവരോട് കൂടെയല്ല കൂട്ടുകൂടേണ്ടത്, അവരുടെ കൂടെയല്ല കൂടേണ്ടത്. പിന്നെ ആരുടെ കൂടെയാ കൂടേണ്ടതെന്നറിയോ? മോനെ, ഒരിക്കലും നിന്നെ കൈവിടാത്ത ചില കൂട്ടുകാരുണ്ട്, ഒരിക്കലും നിന്നെ കൈവിടാത്ത ചില കൂട്ടുകാരുണ്ട്. ഞാനവരെ പറഞ്ഞു തരാ. അവരാരെന്നറിയോ? പെരുവഴിയിലിട്ടിട്ട് പോകുന്നവരല്ല, അവര് കള്ളു കുടിക്കുന്നവരല്ല, അവര് വ്യഭിചരിക്കുന്നവരല്ല, അവര് പലിശ തിന്നുന്നവരല്ല, അവര് സിനിമ കാണുന്നവരല്ല, അവര് വൃത്തികേടുകൾ കാണുന്നവരല്ല, മോശമായത് പറയുന്നവരല്ല. അല്ലാഹുവേ, ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ നന്മ മാത്രം ചെയ്യുന്നവരാ, നന്മ മാത്രം പറയുന്നവരാ. അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട കാര്യങ്ങളല്ലാതെ ഒരു കാര്യവും അവർ ജനിക്കുന്നത് മുതൽ മരിക്കുന്നത് വരെ ചെയ്യൂല. അങ്ങനെയുള്ള ചില കൂട്ടുകാരുണ്ട്. അവര് ദുനിയാവില് നിന്റെ കൂടെയുണ്ട്, അവര് ദുനിയാവില് നിന്റെ കൂടെയുണ്ട്, മരണസമയത്ത് നിന്റെ കൂടെയുണ്ട്, ആറടി മണ്ണിന്റെ അകത്ത് നിന്റെ കൂടെയുണ്ട്. അല്ലാഹുവേ, നാളെ കബറിന്റെ അകത്ത് നിന്ന് ഇസ്രാഫീൽ എന്ന മലക്ക് സൂറന്ന കാകളത്തിലൂതുമ്പോ നീ കബറിന്റെ അകത്ത് നിന്ന് എഴുന്നേറ്റ് വരുന്ന ദിവസം അപ്പോഴും അവര് കബറിന്റെ മുന്നിലുണ്ട്. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് കടന്നു ചെന്നിട്ട് അവർ അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, ഇവനെന്റെ കൂട്ടുകാരനാണല്ലോ, ഇവളെന്റെ കൂട്ടുകാരിയാണല്ലോ, അതുകൊണ്ട് പടച്ചവനെ ഇവർക്ക് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാ എന്ന് പടച്ച റബ്ബിന്റെ മുന്നിൽ പോയി നിന്ന് അനുവാദം ചോദിച്ചു. നിന്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് സിറാത്ത് എന്ന പാലം കടന്നിട്ട് അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച പാലരുവികളും തേനരുവികളും എടുക്കുന്ന പടച്ച റബ്ബിന്റെ സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിലേക്ക് നിന്റെ കൈ പിടിച്ച് കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നമ്മൾ സ്നേഹിക്കുന്നവർ മുഴുവനും പള്ളിക്കാട് വരെ വരത്തുള്ളൂ. അത് വാപ്പയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഭാര്യയാണെങ്കിലും മക്കളാണെങ്കിലും ആരാണെങ്കിലും. ആരെങ്കിലും കബറും കാട്ടി വന്നിട്ടിരിക്കോ, എന്റെ വാപ്പാടെ കബറതാ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ തന്നെ ഇരിക്കോ? ഇല്ല. എന്നാ കൂടെ ഇറങ്ങി കിടക്കോ? പെണ്ണുമ്പുള്ള നീ ഇല്ലെങ്കിൽ ഉറങ്ങൂല, നിന്റെ ഭാര്യ നീ ഇല്ലാതെ ഉറങ്ങൂല. കബറും കാട്ടി വരുമ്പോ അവള് പറയുവോ ഞാനും കൂടെ കിടക്കാം? മക്കള് വാപ്പാടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരൂ, ഉമ്മാടെ അടുത്ത് കിടന്നാലേ ഉറക്കം വരൂ. ഇന്ന് വരെ ഏതെങ്കിലും മക്കളെ പറഞ്ഞിട്ടുണ്ടോ ഇത്തിരി വലിയ കബറെടുക്ക്, ഞാനും കൂടെ ഉമ്മാടെ കൂടെ കിടക്കട്ടെ? എന്റെ ഉമ്മയില്ലെങ്കിൽ എനിക്ക് ഉറക്കം വരില്ല എന്ന് പറഞ്ഞിട്ട് അപ്പൊ നീ കബറിന്റെ അകത്ത് കിടന്നാൽ ശ്വാസം കിട്ടത്തില്ലല്ലോ. എന്നാ കബറിന്റെ മുകളിലെങ്കിലും കിടക്കാറുണ്ടോ? ആരെങ്കിലും വരാറുണ്ടോ? ആരും വരാറില്ല. എല്ലാവരും പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവരാ. പിന്നെ അവരുടെ കൂടെ കൂടിയിട്ട് വല്ല കാര്യമുണ്ടോ? എടാ, നീ ആപത്തിൽ പെടുമ്പോ നിന്നെ സഹായിക്കുന്നവനല്ലേ നിന്റെ ആത്മാർത്ഥ സുഹൃത്ത്. അപ്പൊ പെരുവഴിയിൽ ഇട്ടിട്ട് പോകുന്നവരുടെ കൂടെ കൂടിയിട്ട് കാര്യമൊന്നുമില്ല. എന്നാ പെരുവഴിയിൽ ഇടാത്ത ഒരാളുണ്ട്, അവരുടെ കൂടെ കൂടിക്കോ. കള്ളും കുടിച്ച് പെണ്ണും പിടിച്ച് പലിശയും തിന്ന് ഒന്നും നടക്കുന്നവനൊന്നുമല്ല. ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ പാപം കണ്ടിട്ടില്ല, പാപം പറഞ്ഞിട്ടില്ല, പാപം ചെയ്തിട്ടില്ല. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ.
അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അവരാരെന്നറിയോ? അള്ളാഹുവിന്റെ മലക്കുകളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അവരാരാ? അള്ളാഹുവിന്റെ മലക്കുകളാ. മലക്കുകൾ പാപം ചെയ്തിട്ടുണ്ടോ? ജനിച്ചത് മുതൽ മരിക്കുന്ന കാലം വരെ അള്ളാഹിനെ ശുക്ർ ചെയ്യുന്നവരാ, അള്ളാഹുവിനെ സ്തുതിക്കുന്നവരാ മലക്കുകൾ. അവരുടെ കൂടെ കൂടിയ നിന്നെ സ്വർഗത്തിൽ വരെ അവര് കൊണ്ടുപോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു അവരുടെ കൂടെ കൂടാൻ ഭാഗ്യം തരുമാറാകട്ടെ.